നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ബഹുമാനം. ലോകം അല്ലെങ്കിൽ ഇന്ത്യ, കേരളത്തിലെ എല്ലാവരും ഓണം ആഘോഷ പരിപാടിയുടെ തിരക്കിലാണ്. അടുത്ത് തന്നെ നബിദിനാഘോഷം. ഈ രണ്ട് ആഘോഷങ്ങൾക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അകമഴിഞ്ഞ അനുമോദനവും ആശംസകളും നേർന്നു. ഈ ഈഴവ സമുദായത്തെ പിളർത്താൻ വേണ്ടി അല്ലെങ്കിൽ രണ്ടാക്കാൻ വേണ്ടി മദനി സാഹിബ് ഒരു ശ്രമം നടത്തി സുവർണകുമാറിനെ കൊണ്ടൊരു നായരാണീയ മതം ഉണ്ടാക്കാൻ ശ്രമിച്ചു, വിജയിച്ചില്ല. ഹൈക്കോടതിയും ചില വിധി പ്രസ്താവനയിലൂടെ അകലാനുള്ള ചില സാധ്യത ഉണ്ടാക്കി, അതും വിജയിച്ചില്ല. മറ്റ് സവർണ ഫാസിസ്റ്റുകളും സംഘപരിവാറൊക്കെ അതിനെ പിളർത്താൻ വേണ്ടി ശ്രമിച്ചു, ഒന്നും നടന്നില്ല. പക്ഷേ മിടുക്കനും സമർത്ഥനുമായ മറ്റാരേക്കാൾ ഉന്നതൻ എന്ന ഗുരുദേവനേക്കാൾ ഉന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 30 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമഫലമായിട്ട് ഈഴവ സമുദായം 2 or 3 ആകാൻ പോവാണ്. പണ്ടുണ്ട് തീയരുണ്ട്, ഈഴവനുണ്ട്, ചോനുണ്ട്. ചോന ചേകവർ എന്ന് പറയുന്നതാണ്, മലബാറിൽ ചേകവർ എന്ന ചോനുമ്പുഴ. അതൊക്കെ അങ്ങനെ ഒരു രീതിയിൽ ഒന്നിനൊന്ന് പൂരിതമായിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇദ്ദേഹം വന്നതിന് ശേഷം മലബാർ മേഖല തീയര് മഹാസഭ എന്നും SNDP വെള്ളാപ്പള്ളി നയിക്കുന്ന ഈഴവ മഹാസഭ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രവർത്തനം കഴിഞ്ഞ് 1.5 വർഷം മുമ്പ് 10,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തീയ മഹായോഗം കണ്ണൂർ നടന്നു. അന്ന് അവർ പറഞ്ഞു തീയര് പിന്നോക്കനല്ല, മുന്നോക്കം തന്നെയാണ്. ഈഴവ വിഭാഗത്തിൽ 8ാമത്തെ വകഭേദമാണ് തീയര്, അതൊന്നും ഇനി പറ്റില്ല എന്ന് അതിൻ്റെ നേതാക്കൾ ശ്രമിക്കാൻ പ്രവർത്തിക്കും. വരുന്ന സെൻസസിൽ തീയര് പ്രത്യേക വിഭാഗമായിട്ട് തന്നെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനും അതിന് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടുത്തി മെമ്മോറണ്ടം അല്ലെങ്കിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അതിനെ അങ്ങനെ നേടിയെടുത്ത ശ്രീമാൻ വെള്ളാപ്പള്ളിക്ക് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അകമഴിഞ്ഞ ആദരവും നന്ദി രേഖപ്പെടുത്തും. ഇനി വെള്ളാപ്പള്ളിജി അറിയാത്ത 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കും. വെള്ളാപ്പള്ളിജിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാത്തതുകൊണ്ട് ബുദ്ധിമാന്മാരോ അതിന് ശ്രദ്ധിക്കാറില്ല, വിട്ടുകളയാണ്. പക്ഷെ എങ്കിലും ചിലത് കടന്നു പോകുന്നു. അതിന് മുഖ്യമന്ത്രി പോലുള്ള പാർട്ടി പ്രസ്ഥാനങ്ങൾ സപ്പോർട്ടും ചെയ്യുന്നു. അവിടെയാണ് ബുദ്ധിമുട്ട്. അദ്ദേഹം പറഞ്ഞത് മലബാറിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൊന്നൊടുക്കുന്നതിൽ ദുഃഖിച്ചും ആയിട്ടാണ് ഗുരുദേവൻ പിന്നെ സകല മതയോഗം എന്താണ് സർവമത സമ്മേളനം വിളിച്ചതാണ്. എൻ്റെ പൊന്ന് വെള്ളാപ്പള്ളിജി, നിങ്ങൾ ഉപദേശിക്കുന്നതിൽ ബുദ്ധിമാന്മാരാരുമില്ലെന്ന് അനുഭവം കൊണ്ട് പറയുകയാണെങ്കിലും ഒരാളെങ്കിലും ഇല്ലേ? 1924 അതൊക്കെ നടന്നത്. അതേസമയത്ത് അന്ന് SNDP യോഗം ഈഴവരും ഹിന്ദു മതമായിട്ട് പ്രഖ്യാപിച്ചില്ല, അമ്പലത്തിൽ കയറാൻ പറ്റില്ല. 1930-36 മറ്റാണ് വൈക്കം സത്യാഗ്രഹ സമരത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് രാജാവ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വിളംബരം പ്രഖ്യാപിച്ചു. അതിന് ഒരുപടി സമരങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഇനി വെള്ളാപ്പള്ളിജിയുടെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കൂ. വെള്ളാപ്പള്ളിജി, ചീഞ്ഞു നാറിയ തെരുവ് നായ്ക്കൾക്ക് പോലും യഥേഷ്ടം നടക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ മണ്ണിൻ്റെ ഉടമകളായ അവകാശികളായ ദ്രാവിഡ സംസ്കാരം ഉൾക്കൊള്ളുന്ന ദളിത് മറ്റുള്ള ആദിവാസി ഗോത്രവർഗങ്ങൾക്ക് റോഡിൽ കൂടി നടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, തീണ്ടിൽ തൊടിയിൽ കൂടി ഉണ്ടായി. ആ തീണ്ടിൽ തൊടിയിലും ഈ വെള്ളാപ്പള്ളിയുടെ ജാതിയുണ്ട്, ദളിതുണ്ടായി, പലതുണ്ടായി. ഇനിയിപ്പോൾ ഏറ്റവും വലിയ സവർണ എന്ന് പറയുന്ന നായർ വിഭാഗം എടുത്താൽ, ഞാൻ അനുഭവം കൊണ്ട് പറയാം. എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് പറക്കോട് അല്ലെങ്കിൽ മുത്തങ്ങാകുളം എന്ന സ്ഥലത്താണ്, പഴന്തോട്ടം എന്നും പറയും. അവിടെ ഒരു മനയുണ്ട്, അഗൂർ മന എന്നാണ്, അഗവൂർ മന എന്ന് വെച്ചാണ് ആ മനയുടെ പേര്, എൻ്റെ ഓർമ്മ.
അവിടുത്തെ കാർന്നൂർ അല്ലെങ്കിൽ ഉടമ നമ്പൂതിരിയാണ്. അപ്പം ആഴ്ചയിലേക്ക് കാര്യസ്ഥൻ നായർ ഈ നമ്പൂരിയെ മുഖം കാണിക്കാൻ വേണ്ടി, അങ്ങനെ പറയുള്ളൂ, അല്ലാതെ കാണാൻ വേണ്ടി മുഖം കാണിക്കാൻ വേണ്ടി പോകും. ഫസ്റ്റ് ഫ്ലോറാണ്, ഈ മാളികയാണ്, അന്നത്തെ വാർക്കൊന്നുമില്ല. അപ്പം മരത്തിൽ കോണി കയറി മുകളിൽ കയറിയിട്ട് നമ്പൂതിരി കണ്ട് എന്തോ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്പൂതിരി തിരിഞ്ഞ് അകത്തി പോകും. പോയാലും അതേ നായർക്ക് തിരിഞ്ഞ് ഇറങ്ങാൻ പറ്റില്ല. തിരിഞ്ഞിറങ്ങിയാൽ ആശ്രം അവിടേക്കാവും. ആശ്രം അങ്ങോട്ട് ആകാൻ പാടില്ല. അതുകൊണ്ട് ബാക്കിലേക്ക് ഇറങ്ങണം. ചില ആനയൊക്കെ ലോറിയിൽ നിന്ന് ഇറങ്ങും പോലെ. അതൊക്കെ മറന്നു പോയില്ല എൻ്റെ നായർ വിഭാഗമേ. നായർ ഉൾപ്പെടെയുള്ള പിന്നെ സമുദായങ്ങളിൽ വിവാഹം കഴിച്ചാൽ നമ്പൂതിരിയുടെ വീട്ടിൽ കൊണ്ട് കാഴ്ച വെച്ച് പിറ്റേ ദിവസമാണ് ഭർത്താവ് കിട്ടുള്ള ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അത് പോയിട്ട് അത് കാലമായില്ല. മത്തനത്ത് പത്മാജിയൊക്കെ ഇടപെട്ടാണ് അതിൽ ചെറിയ മാറ്റം വന്നത്. അതായത് ജോലി ചെയ്യാൻ പാടില്ല, വിദ്യ അഭ്യസിക്കാൻ പാടില്ല, വിദ്യ വേദം കേട്ട ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്തൊക്കെ മനുസ്മൃതി പുസ്തകമേ. അയ്യപ്പ പണിക്കർ വിഭക്തി ചെയ്ത മനുസ്മൃതി എൻ്റെ കയ്യിലുണ്ട്, മലയാളത്തിൽ വ്യാഖ്യാനം തർജ്ജമ. കുഴി കഞ്ഞി കൊടുത്തു എന്ന് ഇന്നാൾ കൂടി BJP നേതാവ് ട്രിവാണ്ടത്ത് പറഞ്ഞില്ലേ ഒരു സിനിമാ നടൻ. എൻ്റെ അച്ഛനൊക്കെ അവിടെ വീട്ടിലെ കുറ്റത്ത് പണിയാൻ വന്നാൽ അവർക്ക് നമ്മൾ കുഴി കുത്തിയൊക്കെ കഞ്ഞി കൊടുക്കുകയെന്ന്. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് മാറിയിട്ട് നൂറ്റാണ്ടൊന്നും ആയില്ല. 1970 മുതൽ 67 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും പിന്നെ മിഷണറി പ്രവർത്തനം, മുസ്ലിം വിഭാഗത്തിലെ പ്രവർത്തനം, അങ്ങനെ ഒരുപടിയൊക്കെ ഇപ്പം ഗുരുദേവൻ അയ്യങ്കാളി പോലുള്ളവരൊക്കെ പ്രവർത്തനപരമായിട്ടാണ് ഈ അയിത്തോച്ചാടനവും പിന്നെ ഗാന്ധിജിയൊക്കെ പ്രത്യേക ഗുരുദേവൻ മാറി. ഇതൊക്കെ മാറിയിട്ട് നൂറ്റാണ്ടായില്ല. വെള്ളപ്പള്ളി വളരെ കുറച്ച് കാലമേ ഉള്ളൂ. ഞാൻ വെള്ളപ്പള്ളിക്ക് സുരേന്ദ്രൻ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. ചരിത്രം പഠിക്കാത്ത ചരിത്രം സൃഷ്ടിക്കില്ല എന്നൊരു തത്വമുണ്ട്. നമ്മൾ ചരിത്രം പഠിക്കണമെങ്കിൽ നമുക്ക് ചരിത്രം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഈ വെള്ളപ്പള്ളിയുടെ പൂർവികയിൽ ഒരാൾ വൈക്കം ഭാഗത്ത് ഒരു അംബാസഡർ കാർ പോയി. അന്ന് അംബാസഡർ കാറുള്ളൂ, പിന്നെ ഫിയറ്റോ വേറെ കാറൊന്നും വന്നിട്ടില്ലല്ലോ. പിന്നെ ബെൻസോ ഇമ്പാലൊക്കെ ഉണ്ട്, അപൂർവം രാജാക്കളാണ്. അങ്ങനെ കാറ് വാങ്ങിയിട്ട് അതിൻ്റെ ഡ്രൈവർ ഒരു നായരാണ്. ഡ്രൈവർ കാർ ഓടിച്ച് വൈക്കം ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടി പോകുന്ന മെയിൻ റോഡ് കയറി ഇപ്പുറത്ത് വേണം ഈ വണ്ടി വാങ്ങിച്ച് ഈഴവൻ 3-5 കിലോമീറ്റർ പാടത്തോടെ നടന്ന് ആ കൺമുമ്പിൽ നിന്ന് മാറി വേണം വണ്ടിയിൽ ഒന്ന് കയറാൻ. ഇതൊക്കെ ഇല്ലാതെയിട്ട് 10, 50, 60 വർഷമായിട്ടുള്ളൂ വെള്ളപ്പള്ളി. ഇവിടെ ഈ അനീതിക്ക് പ്രവർത്തിച്ചതിൽ പ്രധാന പങ്ക് മുസ്ലിം സമുദായത്തിനുണ്ട്. അത് കുമാരനാശം പറയുന്നുണ്ട്. നിങ്ങൾ പൊന്നാനി പോയി മതം മാറി തലയിൽ തൊപ്പി വെച്ച് വരുന്ന മുസ്ലിമിന് ആയ ദളിതിന് നമ്പൂരുടെയും എല്ലാം ഒപ്പം നിൽക്കുക എന്നൊക്കെ പറഞ്ഞ പദ്യവും പാട്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് അതിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് കുമാരനാശൻ ദുരവസ്ഥയിൽ മുസ്ലിങ്ങൾ മോശമായി ചിത്രീകരിച്ചതൊക്കെ പറയുന്നുണ്ട്. ആ പക്ഷെ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. എങ്ങനെയുണ്ട് കുമാരനാശനെ തകർത്തും അറിയാം, അതും പറയുന്നില്ല. വെള്ളാപ്പള്ളിയാണ് കുമാരനാശൻ മരിച്ചുമല്ലേ, ഈ വെള്ളാപ്പള്ളി ജീവിച്ചത്. അപ്പോൾ വെള്ളാപ്പള്ളി വിചാരിക്ക് പോലെ അല്ല ചരിത്രം പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ പൊന്ന് സാറ് ചരിത്രം പഠിക്കണം, സാഹിത്യം പഠിക്കണം. അതായത് MK ഹാജിക്ക് എന്തറിയാം, കള്ളപ്പൊന്നിൻ്റെ മാറ്ററിയാമെന്ന് പണ്ട് മുസ്ലിം ലീഗുകാർ പരാതിപ്പെട്ട് മുദ്രാവാക്യം വിമത ലീഗിൻ്റെ എപ്പോഴും. ഒരു വെള്ളാപ്പള്ളിക്ക് എന്തറിയാം, അബ്കാരി നിയമങ്ങളും മദ്യത്തിൻ്റെ രുചിയൊക്കെ അറിയാം. മറ്റ് ചരിത്രമോ സാംസ്കാരിക വിഷയങ്ങളോ സാഹിത്യ കാര്യങ്ങളോ സാമ്പത്തിക ഇതൊന്നും അറിയില്ല സർ. അങ്ങനെയുള്ള ഒരു നിരക്ഷരനായ വക്രബുദ്ധിയും മന്ദബുദ്ധിയുമായ ഒരാളുടെ കയ്യിലാണ് SNDP എന്ന പരിപാവനവും പരിശുദ്ധവുമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ കഴിഞ്ഞ 34 വർഷമായിട്ട് കിട്ടിയെന്നും ആ 34 വർഷത്തിനുള്ളിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും അദ്ദേഹത്തെ എതിർക്കാനോ അദ്ദേഹത്തെ മാറ്റി നിർത്താനോ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിഡ്ഢിത്തം അല്ലെങ്കിൽ അത്രയും വലിയ ഉത്തരവാദിത്വ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക ഒരു ഈഴവ വിഭാഗമാണ് കേരളത്തിലുള്ളത്. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ സവർണ ലോബികളും സംഘപരിവാറും പിന്നെ ചില മറ്റ് സമുദായങ്ങൾ വിചാരിച്ച പോലെ ഈഴവ വിഭാഗത്തെ കേരളത്തിൽ സുസംഘടിതമെന്നും കെട്ടുറപ്പുള്ള ജാതി വിഭാഗമെന്നും 4-1 ജനസംഖ്യ ഉണ്ടെന്നും പറഞ്ഞ് ഈഴവ വിഭാഗത്തെ 2-3 കഷലാക്കാൻ പറ്റി. അങ്ങനെ തീയർ മഹാസഭയുണ്ടായി. അവരിപ്പോൾ പുതിയ സെൻസസിൽ പുതിയ പേര് സെൻസസിൽ പുതിയ ഗ്രേഡ് ചേർക്കണം എന്ന് പറഞ്ഞാൽ നിവേദനം കൊടുത്തു. അപ്പോൾ വെള്ളാപ്പള്ളി വിചാരിച്ചു, വെള്ളാപ്പള്ളി വിചാരിച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ അതുകൂടെ എന്തു പറ്റി, ഐക്യമത്യത്തോടെ പോയിരുന്ന
ഈഴ വിഭാഗം എന്ന് പറഞ്ഞാൽ SNDP സംഘടന ദുർബലമാവുകയും അവരുടെ വിലപേശാനുള്ള കഴിവ് അസ്തമിക്കുകയും ചെയ്തിരിക്കുകയാണ്. സമ്മതിച്ചെത്തി. കാരണം ഒരേ തോൽ പക്ഷികൾ പോലെ കേരളത്തിലെ മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും പിന്നോക്ക വിഭാഗങ്ങളും തോളോട് തോൾ ചേർന്ന് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഈ സങ്കുചിതമായ അല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പരിധി കേരളം മാറ്റി നിർത്തിയത്. അത് തകർക്കാൻ പ്രധാന കാരണം വെള്ളാപ്പള്ളി ഒരു വ്യക്തിയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ അധ്വാനിക്കാൻ മാത്രറിയാവുന്ന ഈഴ വിഭാഗത്തിൽപ്പെട്ട നല്ലൊരു സമുദായ അംഗങ്ങളെ വെള്ളാപ്പള്ളിയുടെ സമൂലമായിട്ട് അത് കഷ്ണങ്ങളാക്കാനും വേർതിരിക്കാനും ശക്തി കുറക്കാനും അവരുടെ വിലപേശാനുള്ള കഴിവ് ഇല്ലാതെയാക്കാനും സാധിച്ചു എന്ന കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളാപ്പള്ളിയെ അഭിനന്ദിക്കാം. മനസ്സിലായില്ലേ? പിന്നെ മലബാർ ലഹള, നിങ്ങൾ പറയുന്ന ആൾ ദൈവം, നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടെന്നും EMS എന്നും കുറച്ചുകൂടി കടന്ന് EM എന്ന രണ്ടക്ഷരത്തിൽ പറയുന്ന ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത് മലബാർ ലഹള അതൊരു സ്വാതന്ത്ര്യ സമരമായിരുന്നു. ജന്മിയും കുടിയാനും തമ്മിലുള്ള വ്യത്യാസം, അതിൽ ആ തർക്കത്തിനൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെയും അവർ ജനങ്ങളെ ബുദ്ധിയെതിരെയും നടന്ന സമരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളിയൊക്കെ പറയുകയാണ് സ്വാതന്ത്ര്യ സമരമല്ല, അത് വർഗീയ ലഹളയായിരുന്നു. ആ വർഗീയ ലഹളയിൽ അല്ലെങ്കിൽ ആ ലഹളയ്ക്ക് കൂട്ടുന്നാരക്കാണ് ബ്രിട്ടീഷുകാർ ഒപ്പം നിന്ന് തൃശ്ശൂരിലെ അന്നത്തെ ക്രിസ്തീയ നേതൃത്വം, സഭാ നേതൃത്വമാണ്. വെറുതെയല്ല സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഒരു സാധ്യതയുണ്ട്. അന്ന് ആ പാരമ്പര്യമുണ്ട്. ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. ഒരു വ്യക്തിയുടെ വികാസത്തിന് 2 കാര്യം അത്യാവശ്യമാണ്. ഒന്ന് ഹെറിഡിറ്റിയാണ്, അത് നിങ്ങൾക്കറിയാം, പാരമ്പര്യം നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല, അത് ജന്മനാ കിട്ടുന്നതാണ്. മറ്റേ എൻവയോൺമെൻറ്റ് എന്ന് പറയും സാഹചര്യം നമുക്ക് പണം ഉണ്ടെങ്കിൽ മാറ്റി ചെയ്യാം. അങ്ങനെ പാരമ്പര്യമുള്ള ഒരു ക്രിസ്തീയ സഭയാണ് തൃശ്ശൂരുള്ളത്. അവരെ വർഗ്ഗ ഗുണമെന്ന് ഞാൻ പറയുന്നില്ല, മോശമല്ലേ, അവരെ തനി സ്വഭാവം കാണിച്ചു. അന്ന് ആ സമരത്തെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്ന് പട്ടാളത്തിന് കൂട്ടുന്ന സൈനിക ശക്തി പോലെ തൃശ്ശൂരിൽ നിന്ന് മലബാറിൽ പോയ വിങ് കേരളത്തിലെ സഭയുടെ ആൾക്കാരുമാണ്. ആ തൃശ്ശൂർ ഇന്നത്തെ പാരമ്പര്യമല്ലയോ? ഇന്ന് ശോഭയേക്കാൾക്ക് എത്രയോ ഇരട്ടി ശക്തിയുള്ള തൃശ്ശൂർ പട്ടം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ഉണ്ടായിരുന്നു. 35-40 വയസ്സുള്ളൂ. അവൻ വിഡ്ഢിയായിപ്പോയി. അവൻ ആ സെക്യൂരിറ്റിക്കാരനെ വണ്ടി കയറ്റി കൊന്നുള്ള ഒരു ആരോ ഉണ്ടാക്കി തകർത്ത് അവൻ്റെ ആ സാമ്രാജ്യം തകർക്കാൻ ശ്രമിച്ചു. അവന് ജയിലിൽ കിടന്ന് തെണ്ടി നടക്കണം. ഇപ്പോൾ ജാമ്യത്തിനാളെന്തോ പരോളിൽ വിട്ടെന്തോ വർഷം തീർക്കാൻ വേണ്ടി. വർഷം എത്രയായി? അത് ബുദ്ധിമോശം കാണിച്ചു. നമ്മൾ അൻവർ കാണിക്കുക പോലെ ബുദ്ധിമോശം കാണിച്ചത് മണ്ടന്മാരാണല്ലോ മുസ്ലിങ്ങളെ നേതാക്കൾ. മണ്ടത്തിലാണ് കാണിക്കുക, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി കാണിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള അത് കഴിഞ്ഞ് ഇപ്പോൾ യൂസഫ് അലി സാഹിബിൻ്റെ അല്ലെങ്കിൽ യൂസഫ് അലി സാറിൻ്റെ അല്ലെങ്കിൽ യൂസഫ് അലിയുടെ എല്ലാ പ്രവൃത്തിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് മാത്രം ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വ്യക്തിപരമായിട്ട് എതിർത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ മോശമായി വേറൊരു മുതലാളിയായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരസ്യമായിട്ട് എതിർക്കാത്തത്. അത് തന്നെയല്ല, ഞങ്ങളിപ്പോൾ ചെറിയ സംഘടന ചെയ്തിട്ട് കാര്യമില്ല. ഒരു കാര്യം മനസ്സിലായി, തൃശ്ശൂർ അദ്ദേഹം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മാളിന് ഹൈക്കോടതി ഇടപെട്ട് അവിടുത്തെ ഒരു സഖാവ് സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ട്. അത് യൂസഫ് അലിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കാം. അങ്ങനെ ഒന്ന് പുള്ളി മാറി നിൽക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞ കാര്യം, അങ്ങനെ മണ്ണ് ചതുപ്പ് നിർത്താൻ പാടില്ല എന്നൊക്കെയുള്ളതാണ് നമ്മുടെ പോളിസി. തെറ്റൊന്നുമില്ല. അതിനുവേണ്ടി ശ്രമിച്ച സഖാവ് CPIയുടെ നേതാവ് നമ്മൾ കുറ്റം പറയുന്നില്ല. കാരണം അതിന് കുറ്റം പറയില്ല. ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൽപ്പെട്ടാണ് പാടം നിർത്തിയിട്ട് ഞാൻ സമരം ചെയ്ത ആളാണ്. അവിടെ കുടുംബശ്രീ നോക്കില്ല. ആ പാടം നീർന്നു പോയാൽ അത് തീർന്നു, ആ പാടം നീർന്നു പോയത്. ഇപ്പോൾ ആ പാടം ഒരു 2-3 സെക്കൻഡ് നിർത്തിയപ്പോഴേക്കും നമ്മളത് ശ്രദ്ധിച്ച വേള അതോട് നിർത്തിയത്. ബാക്കി പിന്നെ തുടങ്ങിയിട്ടില്ല. ബാക്കി എല്ലാ പാടം നീർന്നു പോയി. അപ്പോൾ അങ്ങനെ ചെയ്ത ആൾ, അതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ അത് യൂസഫ് അലിയുടെ പ്രസ്ഥാനത്ത് അതിനർത്ഥം ഒരു പിടി സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗമായ സവർണ ഫാസിസ്റ്റുകൾക്ക് പിന്നോക്കതിൽ ന്യൂനപക്ഷങ്ങളും ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ വളർന്നു വരാൻ സമ്മതിക്കില്ല. അത് നിങ്ങൾ മണ്ടന്മാരെ നിങ്ങൾ മനസ്സിലായില്ലേ? ഞങ്ങൾ അനുഭവം ഞാൻ പറഞ്ഞുതരാം. കേരളത്തെ രാഷ്ട്രീയം വ്യവസായമൊക്കെ നിയന്ത്രിക്കുന്നത്
ഈ നായർ വിഭാഗത്തിൽപ്പെട്ട ഒരു ലോബിയാണ്. എല്ലാ നായരും അല്ലെങ്കിൽ NSS നല്ല ഇപ്പോൾ ഒരു ലോബിയുണ്ട്. അത് ക്രിസ്ത്യൻ സവർണ മേധാവികൾ അതിൻ്റെ കൂടെ ഉണ്ട്. ഡൽഹിയാണ് ഇത് ബ്രാഹ്മിൻസാണ്. നിങ്ങളൊരു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്, ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻസ്, വളരെ യുക്തിയും ബുദ്ധിയുള്ളൊരു മനുഷ്യൻ, സാധാരണ മുല്ലാക്കടമോൻ വർക്കലക്കാരൻ അദ്ദേഹം തുടങ്ങിയിട്ട് അത് തകർത്ത് കളഞ്ഞ് മാത്രമല്ല അവിടുത്തെ ലഹളയുടെ ഇടയ്ക്ക് ഇയാളെ കരുതി കൂട്ടി കൊന്നും കളഞ്ഞ്, കേസൊന്നും ഉണ്ടായില്ല. ഈ രാജനറിയാം നിങ്ങൾ, ഏത് രാജനാണ്? ബിസ്ക്കറ്റ് രാജൻ അറിയാൻ പറ്റുമോ? ഒന്നാമത് നായത്തറവാട് ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊല്ലം. ബിസ്ക്കറ്റിൽ ഇന്ത്യയിൽ ലോകത്തൊന്നാനല്ല, അദ്ദേഹത്തെ തിഹാർ ജയിലിൽ കൊണ്ടുപോയിട്ട് തല്ലിക്കൊന്നില്ലേ. എന്നാൽ നായർ പോലും പോലെ വടക്ക് ഇന്ത്യ നയിക്കുന്നത് ബ്രാഹ്മൺ ലോബി തന്നെയായിരിക്കും. നായർ പോലും പറ്റില്ല എന്നുള്ള അതവരുടെ പോളിസി. അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് 100 ഉദാഹരണങ്ങളുണ്ട്. വേറെ ഏറ്റവും വലിയ ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനുണ്ടായി, ഒരു മുസ്ലിമാണ്. അവനെ ഇതുപോലെ പൂനെയിലിട്ട് തല്ലിക്കൊന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പോൾ ആന്ധ്രയിൽ വർഗീയൽ ഉണ്ടായപ്പോൾ അത് നടത്തണമെന്നുകൊണ്ട് നിരാകരിച്ച് അവിടുത്തെ ഏറ്റവും വലിയ മുസ്ലിം എഴുത്തുകാരനുണ്ട്, വളരെ ഫേമസ് ആണ്. ഇവിടുത്തെ വൈക്കം മുഹമ്മദ് പൊളിറ്റിക്കൽ SK ഒറ്റക്കണ്ടെ അല്ലെങ്കിൽ MT വാസുദേവനേക്കാൾ പേരുള്ള ഒരാളാണ്. പിറ്റേന്ന് അയാൾ ശവം കണ്ടത്. അത് പോട്ടെ. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി ഇത് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ ഈ സവർണ വിഭാഗങ്ങളുടെ ആധിപത്യം. വെള്ളാപ്പള്ളി അറിഞ്ഞോ അറിയാതെയോ പങ്കാളിക്കാം. അപ്പോൾ അങ്ങനെ ഈ പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളും യോജിച്ച് നിൽക്കേണ്ട കാലഘട്ടമായത് കേരളത്തിൽ. അങ്ങനെ യോജിച്ചതുണ്ട് CH മൂസ, KR ഗൗരിയമ്മ, അഡ്വക്കേറ്റ് രാഘവൻ സാറ്, പിന്നീട് നമ്മുടെ KPC പ്രസിഡന്റ് കേശവൻ, അങ്ങനെ ഒരുപാട് ഈഴ വിഭാഗം മുസ്ലിങ്ങൾ യോജിച്ചിട്ട് വിഭാഗങ്ങളൊക്കെ യോജിച്ചിട്ടുണ്ട്. അതെല്ലാം സംഘപരിവാർ ഇടപെട്ട് വിശുദ്ധ പരിശുദ്ധ ഇടപെട്ട് വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാം പിളർത്തി 2 കഷളാക്കി കൊടുത്ത് പിളർത്തി അവസാനം SNDP പിളർന്നു. പിന്നോക്ക ഇതിൽ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം സമുദായത്തെ പിളർക്കാൻ വേണ്ടിയാണ് സംഘപരിവാർ ശ്രമിച്ചെങ്കിലും വെള്ളാപ്പള്ളിക്ക് ഫലമായിട്ട് സംഘപരിവാറിൻ്റെ ആഗ്രഹം നിറവേറുന്നത് മാത്രമല്ല, ഇടയ വിഭാഗത്തെ പിളർത്തിക്കഴിഞ്ഞു. അത് ഏതുപോലെ എന്നറിയോ? ഒരു തമിഴൻ ഇവിടെ വന്ന് ആദ്യം പാല് കറക്കാൻ തുടങ്ങി. കറവക്കായി പോയത്. അത് കഴിഞ്ഞാൽ പണക്കാരി കല്യാണം കഴിച്ച്, അപ്പോൾ ഇയാൾക്ക് ബിസിനസ്സാണ്. അത് കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിലും ഇയാൾ മായം ചേർത്താണ് പാല് വിറ്റും പൈസ ഉണ്ടാക്കിയത്. കുഞ്ഞിലും മായം ചേർത്ത്. അപ്പോൾ ആ തമിഴൻ പറയണ പോലീസേ, ഞാൻ മായം ചേർത്ത് വിറ്റ് പേര് കുഞ്ഞിലും മായം നല്ലത്. അതുപോലെ മായം ചേർത്ത് അല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞ് അവസാനം ഈഴ വിഭാഗത്തെ 2 കഷ്ടാക്കിയപ്പോൾ വെള്ളാപ്പള്ളിക്ക് സന്തോഷമായി. അന്ന് സമാധാനമായിട്ട് ഈ ഭൂമുഖത്ത് പോകാം. ഇപ്പോൾ ഉള്ള കളി എന്താണ്? ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഇത് ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, ശാസ്ത്രീയ കൂട്ടായ്മയാണ്. ഷാബിഷ എന്ന് പറഞ്ഞാൽ വെറും ഒരു 3-4 ചാനലല്ല, അല്ലെങ്കിൽ ആൾക്കാർ കൂട്ടിലുണ്ടാക്കി പണം ഉണ്ടാക്കിയ ചാനലല്ല. ഇത് വസ്തുനിഷ്ഠമായിട്ടും നിഷ്പക്ഷമായിട്ടും ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു വേദിയാണ്. ഇതിന് നിമിത്തം ഈ ശബ്ദത്തിന് മുട മാത്രം ഞാൻ ഈ തീരുവൊന്നും എൻ്റെ അല്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ വെള്ളാപ്പള്ളിക്ക് അങ്ങനെ സാധിച്ചു. അത് വലിയൊരു വിഷയം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ വേണ്ടത് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കേരളത്തിലെ ജാതിയുടെ രീതി, വോട്ടിൻ്റെ പാറ്റേണൊക്കെ പറഞ്ഞ് അതിൽ ഞാൻ അന്ന് CP ജോൺ സാറ് പേരെടുത്തു. അങ്ങനെ എനിക്ക് വളരെ അടുത്തവും എൻ്റെ ഗുരു കൂടിയാണ്. നല്ലൊരു മനുഷ്യനാണ്, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആൾ, ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആൾ, കുഴപ്പക്കാരല്ല. അതൊക്കെ മന്ത്രി ആകേണ്ട കാലഘട്ടത്തിൽ അനിവാര്യം, അതിലൊന്നൊരു സംശയമില്ല. CMP കൂടുതൽ അദ്ദേഹത്തെ പറയാൻ, അദ്ദേഹം ഇപ്പോൾ UDFൻ്റെ മെയിൻ ആൾ സതീശ് ഒപ്പം ഇത് സംസാരിക്കുക, അവർക്ക് ആശ കൈമാറല്ല. അതൊക്കെ പറയുന്നത്. അതായത് ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ ജ്യേഷ്ഠനാണ് ഇലക്ഷൻ തോറ്റപ്പോൾ ഞാൻ പറഞ്ഞു, ഇലക്ഷൻ നടന്ന സമയത്ത് അപകടത്തിലേക്ക് പോവാണ്. എന്താ കാര്യം അറിയോ? ഇന്നലെ ഞാൻ പറഞ്ഞു, എന്നോട് പെടികിട്ടിക്കാരില്ല, കാര്യം പറയാതിരിക്കാൻ പറ്റും. ഇന്നലെ പറഞ്ഞ് 15% മറ്റോ ഉള്ള ക്രിസ്ത്യൻ സമുദായം, 5% കൺവർ ക്രിസ്ത്യൻ പോയി 10% അവരിൽ എന്താണ് KP എന്നത് ഐക്യമുന്നണിയുടെ ചെയർമാൻ ഉമ്മൻചാണ്ടി. നിങ്ങൾ മനസ്സിലാക്കണം, മറ്റുള്ളവരൊക്കെ വിഡ്ഢികളാണോ? അവർ ചിന്തിക്കുന്ന ശക്തിയില്ലേ? ഐക്യമുന്നണിയുടെ ചെയർമാൻ ഉമ്മൻചാണ്ടി, കണ്ണിമേർ PP തങ്കച്ചൻ, പിന്നെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സെക്രട്ടറി ആക്കിയിട്ട് ജോണി നെല്ലൂർ, 3 ക്രിസ്ത്യൻ സമുദായം. അത് എറണാകുളം ജില്ലക്കാരൻ. ഉമ്മൻചാണ്ടി കോട്ടയായിട്ട് ബന്ധമെങ്കിലും ഈ മധ്യ തിരുവനന്തപുരം ഇവിടെ ബാക്കിയുടെ അന്ന് സോണിയാജിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ VP മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി 2 ടേം ഭരിച്ചു. അന്ന് ആക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ
10 ഉന്നത സ്ഥാനങ്ങളുണ്ടായതിൽ ഒരാൾ നമ്മുടെ തൊപ്പിക്കാരൻ കാശ്മീർ, അയാൾക്ക് വേരില്ല അയാൾ വെച്ച്, ഒന്ന് ഗാർഗെ വെച്ച് 90 വയസ്സുള്ള പ്രായമുള്ള ആൾ, ബാക്കി 8 പേരും, ഒന്ന് സോണിയാഗാന്ധിയും ഒന്ന് രാഹുലും, ബാക്കി 6 പേരും കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ. അവരെല്ലാം ഭരണം പോയപ്പോൾ എവിടെ പോയി? കെ വി തോമസ് എവിടെ ഉണ്ടോ? പി സി നമ്മുടെ ഇംഗ്ലീഷ് മലയാളം സംസാരിക്കാതെ വടക്കൻ ഭരണം പോയി, എല്ലാം പോയി BJPയിലേക്ക്, മറ്റു കോൺഗ്രസിലേക്ക്. അവരൊന്നും ഇല്ല, അങ്ങനെ എല്ലാം കൊടുത്തു. അതിൽ ഒരാൾ കൊടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നാൾ ഒരാൾ ചോദിച്ചോടോ അഹമ്മദ് കൊടുത്തില്ല. അഹമ്മദ് ലീഗിൻ്റെ ആളല്ലേ, അപ്പോൾ എന്തുകൊണ്ട് ഒരെണ്ണം കൂടി കൊടുക്കായിരുന്നു, അത് കൊടുത്തില്ല. അപ്പോൾ ഇപ്പോൾ അതുപോലെയാണ് ഭരണം പോയി, 2 ടീം ഭരണം പോയി. നിങ്ങൾ എല്ലാവർക്കും ആനുപാതികമായ ആനുകൂല്യം സവർണം അല്ലെങ്കിൽ പങ്കിട്ട് കൊടുത്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ജനങ്ങൾ ബോധന്മാരായിരുന്നു, മനസ്സിലാക്കണം. പണ്ട് കോഴിക്കോടുന്ന് ഒരു പച്ച മഷിയിൽ ലീഗിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും, തങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് അത് പള്ളിയിൽ വായിക്കും. ആ കാലമൊക്കെ പോയി. ഇപ്പോൾ ബാക്ക് ഫയൽ കൂടി കാണാം എന്ന് പറയും. ബുദ്ധിയുള്ള മുസ്ലിം ചെറുപ്പക്കാർ ബുദ്ധിയുള്ളവരോ ചിന്തകരാണ്. അവർ പറയണമെന്നറിയോ, ഒപ്പുണ്ടെങ്കിൽ ബാക്ക് ഫയൽ വരട്ടെ. ഇത് പണ്ട് ജനറൽ മാനേജർ പറഞ്ഞ പോലെയാണ്, അങ്ങനെ ഒപ്പിടുള്ളൂ. അത് തന്നെയല്ല ഇപ്പോൾ കോൺഗ്രസ് വിചാരിക്കുന്നത് മുസ്ലിം ലീഗും കുഞ്ഞാക്കായും ഉണ്ടെങ്കിൽ ആ വിഭാഗം ഓക്കെയാണ്. അത് അങ്ങനെ അല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒറ്റ ഉദാഹരണം പറയാം. ആകെയുള്ള മുസ്ലിം വോട്ടർമാരിൽ 23 ലക്ഷമാണ് ലീഗിൻ്റെ മെമ്പർഷിപ്പ്. ലീഗിൻ്റെ മെമ്പർഷിപ്പ് വെച്ചാൽ അനുഭാവികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആക്കിയാൽ 5 ലക്ഷം ആകുള്ളൂ കേരളത്തിൽ. ആകെ 10 ലക്ഷം മെമ്പർമാർ ഇത്രയും കാലമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അത്ര സ്ട്രിക്റ്റാണ് മെമ്പർഷിപ്പ്. ലീഗിനല്ല, അനുഭാവികൾ അങ്ങോട്ട് കൊടുക്കും. എൻ്റെ പേര് ചേർത്താൽ ഞാൻ എതിര് പറയില്ലെങ്കിൽ എൻ്റെ പേര് ചേർക്കും. അതുപോലെയുള്ള 21 ലക്ഷമാണ്. ബാക്കി കിടക്കത്തിന് 1,30,00,000 ബാക്കി 24 1,00,000 കോടി പുറത്ത് കിടക്കുകയാണ്. ഓക്കെ എന്ന് പോട്ടെ. അതെല്ലാം മുസ്ലിം ലീഗ് ഉണ്ട്, എല്ലാം നേടുമായിരുന്നെങ്കിൽ സതീശ നിങ്ങൾ മനസ്സിലാക്കണം. രമേശൊക്കെ നമ്മുടെ കാസർഗോഡ് പോലും പാലക്കാട് ഒരു 65 സീറ്റുണ്ട്. അതിലെല്ലാം ഒരു 50% മുകളിൽ മുസ്ലിങ്ങളുടെ മേഖലയാണ്. എന്നിട്ട് കോൺഗ്രസ് മാത്രമാണ് 60 സീറ്റിൽ ജയിച്ചു. 5-6 സീറ്റിൽ ജയിച്ചുള്ളൂ. ബാക്കി 60 പോയില്ലേ? അവിടെ മുസ്ലിം ലീഗ് ശക്തമായിട്ട് UDF ജയിക്കട്ടെ. അതിപ്പോഴും മനസ്സിലാകുന്നില്ല. ഇനി മുസ്ലിം ലീഗിന് ചെയ്യാനുള്ള ഒരു വഴി ഞാൻ പറയാം, കുഞ്ഞാക്കോട് പറയാം, പെണ്ണുങ്ങമല്ല. നിങ്ങൾ മുസ്ലിം പേര് ദേശീയ താരിൽ നിന്നിട്ട് നിങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നിൽ നിർത്തി കളിച്ച് കൂടെ നിർത്തി മുന്നോട്ട് പോയാൽ മാത്രമേ UDFന് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. 2 കാര്യം വ്യക്തമായിട്ട് പറയാം. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു കോലാഹലം ഉണ്ടാക്കി. ഉരുണ്ടതല്ലതിപ്പോൾ വീണ്ടും ചളി വരുന്നുണ്ട്. അതുപോലെ വിമാനത്താവളം 69 മാറ്റി വന്നപ്പോൾ എന്ത് അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ കോലാഹലം ഉണ്ടാക്കും, എന്നെ എതിർക്കും. പക്ഷേ കേരളത്തിൽ UDFന് ജയിക്കാനുള്ള ഒരേ ഒരു സാധ്യത മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം കുറച്ച് ശക്തമാണ്. അവർ ചെറുതാണെങ്കിൽ പ്രസ്ഥാനം മുസ്ലിം പേര് മാറ്റി ദേശീയതായി നിൽക്കുകയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നിൽ കളിക്കുകയും അതിൻ്റെ കൂടെ നിന്ന് കോൺഗ്രസും മറ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ UDFന് ഭരണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെ കോൺഗ്രസ് നിർത്തിയോട് ഭരണം കിട്ടില്ല. കാരണം ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, കോൺഗ്രസിന് അന്ത്യശ്വാസം കൊടുത്ത് ലീഗ് തെന്നിക്കാണ്. LDF സപ്പോർട്ട് ചെയ്ത് തീർന്നില്ല കൂടി. പക്ഷേ കോൺഗ്രസ് അവസ്ഥ എന്താണ്? ഈ ഗ്രൂപ്പ് കാലം പോലെ ഇപ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടർമാരെ ചേർത്ത് വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ടാക്കി അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ഈ സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, യോനിൽ കയറി ലിംഗത്തിന് ആഴാളുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഭൂഷണമാണ്. കാരണം അവർക്ക് അത്രയും കണ്ട് കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ നാറ്റിക്കുക അവർക്ക് നല്ലതാണ്. പക്ഷേ കോൺഗ്രസിനോ ഇങ്ങനെയുള്ളതാണ് കോൺഗ്രസ്സുകാർ. അതായത് നിങ്ങൾ ചെയ്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് മറ്റുള്ള ബോധ്യപ്പെടുത്തി ചെയ്യണം. ഉദാഹരണം കള്ളുഷാപ്പിൽ കയറിയിട്ട് ഞാൻ പറയണം ഞാൻ കള്ളുപിടിക്കാൻ വന്നല്ലേ, ആരൊക്കെ വരുന്നത് അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? അതുപോലെ രാഷ്ട്രീയക്കാർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം വേണം. അങ്ങനെ ശാരീരിക ഇച്ഛ നിറവേറ്റാൻ നോക്കിയാൽ അവൻ നേതാവല്ല, നയിക്കുന്നവനാണ് നേതാവ്, നയിക്കപ്പെടുന്നവനല്ല. നയിക്കുന്ന നേതാവിന് പല ഇച്ഛാഭംഗങ്ങൾ പറയണം, പല ആഗ്രഹം നിറവേറാൻ പറ്റാത്തവരും, നല്ല ഡ്രസ് ഇട്ട് നടക്കാൻ പോലും പറ്റാത്ത എത്രയോ രാഷ്ട്രീയ നേതാക്കളെയോ അവനില്ലാത്തതുകൊണ്ടില്ല. അത് ഇട്ട് അവൻ്റെ മാറിപ്പോവും. ഇപ്പോൾ ഞാൻ നല്ലൊരു വെള്ള ഷർട്ടും പാൻറ്റോ ഒരു കെട്ടി നിന്നപ്പോഴേ ചിലവർക്ക് അത് തോന്നി. എന്നെ എനിക്കങ്ങനെ കാണിച്ച് വോട്ട് വാങ്ങിച്ച് ജയിക്കാനും പരിപാടിയില്ല, മറ്റുള്ള പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇത്ര പരിതാപകരമാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തി സംഘപരിവാറിന് ശരിക്കടി കേരളത്തിൽ കിട്ടുന്നുണ്ട്. കാരണം ഹിന്ദു വോട്ടാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്, ഹിന്ദു വോട്ടാണ് ഇടതുപക്ഷം. രണ്ടും ആരോ കിന്നരം പോലെയാ. അവർ ധരിച്ചത്
UDF-നെ തോൽപ്പിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് തോൽപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്താന്നാ. ഇപ്പം എന്ത് വെച്ച് കമ്മ്യൂണിസ്റ്റ് വളർത്താൻ നോക്കി കോൺഗ്രസ് നശിപ്പിക്കാൻ നോക്കിയിട്ട് ഇപ്പം എന്ത് സ്വയം നശിക്കുന്നത് BJP ആണ്. BJP പാലക്കാട് ജില്ലയിൽ 100 ആൾക്കാർ കോൺഗ്രസ്സുകാരാണ്. മറ്റു പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോവാണ്. സംഘപരിവാറേ മറ്റു പല സ്ഥലത്തും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അതിവ് കോൺഗ്രസോ ലീഗോ ഒന്നും അല്ല RSS അല്ലെങ്കിൽ സംഘപരിവാറിന്, അത് CPM തന്നെയാണ്. അത് അറിഞ്ഞു തുടങ്ങി. അപ്പോൾ അവർ പ്ലേറ്റ് തിരിച്ചു വെച്ചു തുടങ്ങി. ഇതൊക്കെ ഉള്ളപ്പോഴും പരമാവധി ഹിന്ദു വോട്ട് വാങ്ങിക്കാനുള്ള എല്ലാ തന്ത്രവും കുതന്ത്രവും ആര് ഉപയോഗിക്കുന്നുണ്ട്? ഇടതുപക്ഷം ഉപയോഗിക്കുന്നുണ്ട്. അവർ റിസർച്ച് വിങ്ങുണ്ട് AK സെന്ററിൽ. ഇവരുടെ പുതിയ ബ്രാഞ്ച് ഓഫീസുകളിൽ കോടികൾ മുടക്കി. ഇവിടെ എല്ലാം AK സെന്ററിൽ റിസർച്ച് വിങ്ങുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട്. കുറ്റം പറയാൻ പറ്റില്ല, നല്ല കാര്യമാണ് എല്ലാ പാർട്ടികളും. ഞങ്ങൾ പോലും ചെറിയ റിസർച്ച്, ചെറിയ പാർട്ടികളും. പക്ഷെ ലീഗിൽ എവിടെയാണ് റിസർച്ച് വിങ്ങിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ വിഷയം അവിടെ ചർച്ച ചെയ്യില്ലേ. അവർക്കൊരു റിസർച്ച് വിങ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പണ്ടേ അവർ ചർച്ച തീരുമാനിക്കും. അല്ലെങ്കിൽ yes I no ആയാലും അത് പറയും. ചിന്തിക്കതില്ല, പറയുന്നില്ലല്ലോ. കാരണം അത് റിസർച്ച് വിങ്ങില്ലെന്നുള്ള. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒറ്റ ഒരു കാര്യം ഞാൻ നിർത്താൻ പോകണം. ഒറ്റ ഒരു കാര്യം, മുസ്ലിം ലീഗ് പേര് മാറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഇന്നിപ്പോൾ കേരളത്തിൽ ഈ പിണറായി വിജയൻ കഴിഞ്ഞ ഏറ്റവും വലിയ സീനിയർ നേതാവും വലിയ പരാതി, ചെറിയ 1-2 പെണ്ണ് കേസ് വന്നു, അത് സ്വാഭാവികം. ശത്രുക്കളുണ്ടാക്കിയാണ്. കുഴപ്പമില്ലാത്ത ഒരാളാണ്, എടുത്തിയാട്ടക്കാരനല്ല. ഇപ്പോൾ ജമല് സഖാവ് വേണുഗോപാലിനെ പോലെയൊക്കെ ശാന്തനാണ് ആള്, എടുത്തിയാടുന്ന ആളൊന്നുമില്ല. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ജാതി മതഭേദത്തിനെ പലരും ഇഷ്ടമാണ്. ഇപ്പോൾ പലരും ലീഗോട് സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെ പോയി ഞാൻ കണ്ടു. അപ്പം അങ്ങനെ ഒരു കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് അവരെ ശക്തമായി സപ്പോർട്ട് ചെയ്ത് മറ്റു പാർട്ടി സപ്പോർട്ട് ചെയ്ത് മാത്രമേ എനിക്ക് കേരളത്തിൽ ഭരണം പറയാൻ പറ്റുള്ളൂ UDF-ന്. അല്ലെങ്കിൽ തകർന്നു പോകും. കാരണം കോൺഗ്രസ് അത്ര അകന്നിരിക്കുകയാണ് ഗ്രൂപ്പിസം. ഇപ്പം തന്നെ പല ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് മാറി. ഇപ്പം സതീഷ് ഗ്രൂപ്പും ഷാഫി അവരുടെ ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. 2 ഗ്രൂപ്പായി. അയാൾ തുടരുന്നൊരു ഗ്രൂപ്പ്, അയാൾ ഒതുക്കണം വേറെ ഗ്രൂപ്പ്. ഇതൊക്കെ ശക്തി ക്ഷയിക്കല്ലേ. എൻ്റെ ഒരു കാര്യം പറയാൻ നിർത്താം. ഒരു രാജ്യത്ത് ഒരു രാജാവ്, അപ്പോൾ മന്ത്രിയുണ്ട്, അവിടെ ഒരു ഗുസ്തി വീരനുണ്ട്. ആ ഗുസ്തി വീരൻ ഉള്ളപ്പോൾ അടുത്ത രാജ്യത്തു നിന്ന് 2 വീരന്മാർ വന്നു. എന്തിനു വന്നു? ഞങ്ങൾ ഗുസ്തി പിടിക്കാൻ വേണ്ടിയാണ്. ഈ ഗുസ്തി വീരന്മാരെ കണ്ടുകൂടി അവിടുത്തെ ഗുസ്തി വീരൻ പറഞ്ഞു, സാറേ ഞങ്ങളില്ല എന്നൊരു മാറിയെന്ന്. അപ്പോൾ ബുദ്ധിമാരെ മന്ത്രി പറഞ്ഞ്, നിങ്ങൾ ഗുസ്തി പിടിക്കണ പേര് തീരുമാനം ഞങ്ങളാണ്, നിങ്ങൾ മാറിക്കുന്നവർ. എന്നിട്ട് 2 പേരോട് ചോദിച്ചു, നിങ്ങൾ എന്താ വന്ന് ഗുസ്തി പിടിക്കുക സംഭവിച്ചു. നിങ്ങൾ 2 പേരോട് ആരാണ് ഗുസ്തി പിടിക്കുക, ആരോടാണ് ഗുസ്തി പിടിക്കുന്നത് നമ്മൾ ഇതിനറിയും. അവിടെ നിങ്ങൾ പരസ്പരം ഗുസ്തി പിടിച്ചിട്ട് ജയിക്കുന്ന ആളിൽ നിന്ന് ഞങ്ങളുടെ ഗുസ്തിവീരൻ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിടിക്കാന്ന് പറഞ്ഞു. അവർ 2 പേരും പിടിച്ച് അവശരായി 2 പേരും ഗുസ്തി പിടിക്കാതെ തിരിച്ചുപോയി. അപ്പോൾ നമ്മുടെ ഗുസ്തിവീരൻ ഗുസ്തി പിടിക്കാതെ തന്നെ ജയിച്ചു. ആ കണാണ് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് ഗ്രൂപ്പിൽ പിളർത്തിയിട്ട് ഒരു പ്രാവശ്യം കൂടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭരണം നിൽക്കാതെ പറ്റുള്ള സർവ്വസന്നാഹം ചെയ്യുന്നത്. അതിനുള്ള എല്ലാ അടവും ചെയ്യാണ്. ഓരോരുത്തർ വ്യക്തിപരമായിട്ട് പോലും അവർ കണ്ടുപിടിച്ചിട്ട് തോൽപ്പിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ബുദ്ധിയുള്ള കോൺഗ്രസ് നേതാക്കൾ ലീഗുകാരെ ഇനി കേരളത്തിൽ 2026 നൂറ്റാണ്ട് അസംബ്ലി ഇലക്ഷനിൽ മുസ്ലിം ലീഗ് പേര് മാറ്റി ദേശീയതായി നിൽക്കുകയും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവതരിപ്പിക്കുകയും ചെയ്തിട്ട് കോൺഗ്രസും മറ്റു പാർട്ടികളും കൂടെ നിൽക്കാൻ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.